ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതാണ് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പും അമേരിക്കയിൽ ഇത്തരം സംഭവങ്ങൾ, ചോര മണക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തേതല്ല. നമ്മൾ ഓർക്കുന്ന ഒന്ന് എബ്രഹാം ലിങ്കൻ്റെയും ജോൺ എഫ് കെന്നഡിയുടെയും മരണങ്ങളാണ്. അമേരിക്കയിൽ ആദ്യമായി മരണപ്പെടുന്ന പ്രസിഡൻ്റാണ് എബ്രഹാം ലിങ്കൻ. അദ്ദേഹം തിയേറ്ററിൽ, നമുക്കറിയാവുന്ന കാര്യമാണ്, തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ വൈഫിനോടൊപ്പം ഇരിക്കുന്ന സമയത്ത് 1865 ജോൺ വിൽക്കിൻസ് ബൂത്ത്, അതെ, ഏപ്രിൽ 13 വെടിയേറ്റ് അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. ജോൺ വിൽക്കിൻസ് ബൂത്ത് എന്ന് പറയുന്ന കൊലയാളി. പക്ഷെ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, സുരക്ഷാ സേന അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജെയിംസ് ഗാർഫീൽഡ് എന്ന് പറയുന്ന 20ാമത്തെ പ്രസിഡന്റ്, അദ്ദേഹവും അത്തരത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. ബാക്കിയുള്ളവരുടെ പേരും പിന്നാലെ പറയാം. അപ്പോൾ അതൊരു പുതുമയുള്ള കാര്യമല്ല. അവിടെ ഈ പറയുന്നത് പോലെ ഇതെല്ലാം കൂടിച്ചേർന്നിട്ടുള്ളൊരു രാഷ്ട്രീയമാണ്. അതെന്തുകൊണ്ടാണ് അമേരിക്കയിൽ, നമ്മൾ ഏറ്റവും വലിയ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന അമേരിക്കയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത്? അല്ലേ, നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കും. അവസാനം നടന്ന ഹൈ പ്രൊഫൈൽ കൊലപാതകം കെന്നഡിയുടേതാണ്. പിന്നെ നിക്സൺ അറ്റംപ്റ്റ് ഹൈ പ്രൊഫൈൽ കൊലപാതകം ഇയാളതാണ്. ബാക്കി എല്ലാവർക്കും ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളോട് കൂടിയിട്ട്, കെന്നഡിയോട് കൂടിയിട്ട് ഇവർ സെക്യൂരിറ്റി വളരെ ടൈറ്റാക്കി. സെക്യൂരിറ്റി നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ SPG ഒക്കെ ആ രീതിയിലാണല്ലോ സെക്യൂരിറ്റി സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളും ശക്തമാണ് ഇവരുടേത്. അതിഭീകരമായ സിസ്റ്റമാണ്. അതിനുള്ളിലേക്ക് റീച്ച് ഓരോന്നും അറിയില്ല. പ്രസിഡന്റിൻ്റെ സെക്യൂരിറ്റി അത്രയും ടൈറ്റാണ്. അപ്പം പിന്നെ ഈ കെന്നഡിയുടെ തന്നെ പലരും ഈ സെക്യൂരിറ്റി സംവിധാനം അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള കൊലപാതകമാണെന്നാണ് പറയപ്പെടുന്നത്. അത് സ്ലിപ്പൊന്നുമല്ല. കാരണം കെന്നഡി വധിക്കപ്പെടേണ്ട പലരുടെ ആവശ്യമായിരുന്നു. എസ്പെഷ്യലി ഇല്ലുമിനാറ്റിയുടെ ആവശ്യമായിരുന്നു മറ്റേ പയ്യൻ പറയും. ഇല്ലുമിനാറ്റി വാൾ സ്ട്രീറ്റിൻ്റെ ആവശ്യമായിരുന്നു. ഞാൻ മറ്റേ പയ്യൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഒരു പയ്യനുണ്ട്. അതിന് അവിടെ ഇവിടെ സകലതും ഇപ്പം മറ്റേ സിനിമ ഉണ്ടല്ലോ, നമ്മുടെ ലജ്ജാപതി എന്നുള്ള പാട്ടൊക്കെ ഫോർ ദ പീപ്പിൾ. ഈ സിനിമ ഈ ഇല്ലുമിനാറ്റി എതിരാണ്. അവരറിയാതെ ഷൂട്ട് ചെയ്ത് പുറത്തിറക്കിയ സിനിമയാണ്. അതുകൊണ്ട് ആ സിനിമ TV കാണിക്കാൻ അവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അത് TV വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെറുക്കൻ ഇങ്ങനെ പറഞ്ഞു. ഇതിനും മുമ്പ് ഇല്ലുമിനാറ്റിയെ കാണും. കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായ ഇല്ലുമിനാറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തമാശയായി പറഞ്ഞു. പക്ഷേ ഇല്ലുമിനാറ്റി വാൾ സ്ട്രീറ്റാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് കെന്നഡി മരണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞു, എനിക്ക് ആരും പറയാത്ത ചില രഹസ്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തേണ്ടതുണ്ട്, ഞാൻ വെളിപ്പെടുത്തും. ഇങ്ങനെ കത്തോലിക്കനായിരുന്നു. അമേരിക്ക ബേസിക്കലി പ്രൊട്ടസ്റ്റന്റ്, അയാൾ കത്തോലിക്കനായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തും എന്നുള്ള തോന്നലോടാണ് ഇങ്ങനെ വെടിവെച്ച് കൊന്നത്. അങ്ങനെ വെടിവെച്ച് കൊന്ന ശരിയായ കുറ്റവാളി പിന്നെ അമേരിക്കയിൽ പിൽക്കാലത്ത് വലിയ സ്ഥാനത്തൊക്കെ എത്തിയെന്നോ, അയാളുടെ മോൻ അതിലും വലിയ സ്ഥാനത്തെത്തി, വേറൊരു മോൻ അതിൽ ചെറിയ സ്ഥാനത്തെത്തി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. യെൽ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്ത ഗൂഢാലോചനയാണ് എന്ന്. യെൽ യൂണിവേഴ്സിറ്റി എന്ന അമേരിക്കയിലെ യാഥാസ്ഥികരുടെ നവനാസികളുടെ ഒരു കേന്ദ്രമാണ് യെൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ യെൽ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുള്ള അമേരിക്കയിലെ വലിയ ആളുകളുടെ പേരൊക്കെ എടുത്തൊക്കെ ഞാൻ ഈ പറഞ്ഞ ആളാരാണ് എന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് കിട്ടിയ സോഴ്സിൽ ഈ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, പിൽക്കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയോ? പിന്നെ അദ്ദേഹത്തിന്റെ മകനും പ്രസിഡന്റ് ആയി. അതൊക്കെ ഇതായിരിക്കും. അപ്പോൾ ഇത് ഹിന്ദുവിലാണ് ഞാൻ വായിച്ചത്. ഞാൻ പിന്നെ എന്തോട്ട് സ്പെസിഫിക് ആയി പറഞ്ഞില്ല, നമുക്ക് തെളിവില്ലല്ലോ. തെളിവ് അവരെ കയ്യിലൊക്കെ ഉണ്ടാവും, നമ്മളെ തെളിവ്. പക്ഷേ സാധ്യതയുണ്ട്. അങ്ങനെ കെന്നഡി ഒരു അമേരിക്കൻ സൊസൈറ്റി മൊത്തം ഓപ്പൺ അപ്പ് ചെയ്ത പ്രസിഡന്റായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊന്നത്. പിന്നെ അമേരിക്കയുടെ വേറൊരു ഒരു പ്രധാനപ്പെട്ട അവരുടെ ദേശീയ ആയുധമാണ് തോക്ക്. തോക്ക് എല്ലാവർക്കും കൊണ്ടെടുക്കാം. ഇവിടെ നമുക്ക് ദേശീയ അതാ കൊണ്ടെടുക്കാൻ പാടില്ല, അവിടെ തോക്ക് എല്ലാവർക്കും കൊണ്ടെടുക്കുന്നുണ്ട്. അപ്പം തോക്ക് വ്യവസായമാണ് അമേരിക്കയിലെ പിന്നെ ഈ ആയുധ കച്ചവടക്കാരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ്. നിങ്ങൾക്ക് അവിടെ അമേരിക്കയിൽ തോക്ക് മേടിച്ചതിന് ശേഷം ലൈസൻസ് എടുത്താൽ മതി. ആർക്കും വേണമെങ്കിൽ പോയി തോക്ക് കിട്ടും, പക്ഷേ ലൈസൻസ് പിന്നെ എടുത്താൽ മതി. അതാണ് അമേരിക്കയുടെ സിസ്റ്റം. അത് സാധാ തോക്കൊന്നല്ല, നമ്മുടെ ബിരാലൊക്കെ ഉപയോഗിക്കുന്ന തോക്ക് അവിടെ നിന്ന് വന്നതാണ്. മറ്റേ തോക്കില്ലേ, റൈഫിൾ, അത് ഉപയോഗിച്ചിടത്താണ് വെടിവെച്ചത്. ഇങ്ങനെ കുറച്ച് ഹൈറ്റുള്ള, അത് ഭയങ്കര പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പം ഇതാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രി വളരെ സ്ട്രോങ്. അവിടെ ഇലക്ഷനെയൊക്കെ അവർ സ്വാധീനിക്കുന്നുണ്ട്. ഒബാമ ഇതിനെതിരായിരുന്നു. ഒബാമ ഈ പറയുന്നതിന് ഈ ആഭ്യന്തരമായിട്ടുള്ള തോക്ക് വിൽപ്പനയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഒബാമ ശക്തമായ എതിർപ്പാണ് നേരിട്ടത്. എന്നാൽ ട്രംപ് ഇതിനനുകൂല. ട്രംപ് എന്ന ആയുധങ്ങളൊക്കെ നല്ല കാര്യമല്ലേ നടന്നുകൊണ്ട് അമേരിക്കയുടെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അമേരിക്ക കളിച്ചത് തോക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം ഇംഗ്ലണ്ടിലെ ഇവർ ബേസിക്കലി ബ്രിട്ടീഷുകാരും ജർമ്മൻകാരൊക്കെ ആയിരുന്നല്ലോ. ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടൻ്റെ പ്രൊട്ടസ്റ്റൻ്റുകാരാണ് ഈ പറയുന്ന അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം സ്ഥാപിക്കുന്നത്. അവിടുത്തെ കത്തോലിക്ക രാജാവ് വരെ പീഡിപ്പിച്ചപ്പോൾ
ഒരു കപ്പലിൽ കയറി അമേരിക്ക പോവാണ്. അവരാണ് 13 കോളനീസ് സ്ഥാപിക്കുന്നത് ആദ്യം. പിന്നെ അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന അമേരിക്ക ഉണ്ടാകുന്നത്. അത് പക്ഷേ അമേരിക്കയിലെ പോപ്പുലേഷനിൽ 60% ജർമ്മൻകാരാണ്. പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകൾ അധികം ജർമ്മൻകാരാണ്. പക്ഷേ അവിടെ പ്രഡോമിനൻ്റായി നിൽക്കുന്നത് ഒരു ബ്രിട്ടീഷ് കൾച്ചറാണ്. അതാണ് അമേരിക്കയുടെ പ്രത്യേകത. അപ്പോൾ അമേരിക്ക എന്ന് വെച്ചാൽ അപ്പോൾ ആ സമയത്ത് അവർ ഈ പറഞ്ഞ റെഡ് ഇന്ത്യൻസിനെയൊക്കെ കൊല്ലാൻ വേണ്ടി അവർ തോക്കായിരുന്നു അവരുടെ ഒരേ രക്ഷാമാർഗം. റെഡ് ഇന്ത്യൻസ് ആരോസും മറ്റും ഉപയോഗിച്ച് അവരെ ശക്തമായി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റെഡ് ഇന്ത്യൻസിനെ മറികടക്കാൻ അവർക്ക് മറ്റു വഴിയൊന്നുമില്ല. ഒരു തോക്കായിരുന്നു. അങ്ങനെ തോക്ക് കൗബോയ് കൾച്ചർ അമേരിക്കൻ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി മാറി. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് വെച്ചാൽ രക്തദൂഷിതമായിട്ടൊരു കലാപമായിരുന്നു. അപ്പോൾ അതിനും തോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തോക്കിന് നിയന്ത്രണം ഉണ്ടായത്, ഇവിടെ തോക്കിന് നിയന്ത്രണമല്ലായിരുന്നു. പിന്നെ ഇവർ നിരന്തര എക്സ്പാൻഷനായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഈ പറയുന്ന മയൻ സിവിലൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആദിവാസികൾ സംബന്ധിച്ചിടത്തോളം അവർ ആ ടെറൈൻ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവരോട് ഇവർ പിടിച്ചു നിൽക്കുന്ന തോക്ക് ആവശ്യമാണ്. അപ്പോൾ തോക്കിന് നിയന്ത്രണം അമേരിക്കയിൽ ആദ്യമേ ഉണ്ടായിരുന്നില്ല. തോക്ക് അവരുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ നാട്ടിൽ ചാണകം എങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയത്, കാരണം നമുക്കന്ന് ഇതൊന്നും ശുദ്ധീകരിക്കാൻ പറ്റാത്ത സംവിധാനമൊന്നുമില്ല. അപ്പോൾ എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആയ സാധനമാണ് ചാണകം. ചാണകത്തിന് എല്ലാം ശുദ്ധീകരിക്കാനുള്ളൊരു കഴിവുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. സയൻസൊക്കെ നോക്കണം. അപ്പം അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും നമ്മൾ ചാണകം ഉപയോഗിക്കുന്ന പോലെ അമേരിക്കക്കാരെന്ത് ഉപയോഗിക്കും? തോക്ക് ഉപയോഗിക്കും. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ സിവിൽ വാർ വന്നു ന്യൂട്ടൺ ഇയാളുടെ കാലഘട്ടത്തിൽ 1800 മധ്യത്തിൽ മറ്റേ എബ്രഹാം ലിങ്കൻ കാലഘട്ടത്തിലാണ് ഈ ബ്ലാക്ക് അടിമകളെ സ്വതന്ത്രരാക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിനെതിരെ അവിടെ തെക്കൻ സ്റ്റേറ്റുകൾ ഇഷ്ടംപോലെ ഈ പ്ലാന്റേഷൻ അഗ്രികൾച്ചറുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഈ അടിമകളെ വെച്ചുകൊണ്ടാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്. ദിസ് ഗൈ ലിങ്കൺ നോർത്തേൺ സ്റ്റേറ്റ്സ് നിന്നായിരുന്നു. നോർത്തേൺ സ്റ്റേറ്റ് വ്യവസായമായി പുരോഗമിച്ച സ്ഥലമാണ്. അവിടെ കൂടുതൽ തൊഴിലാളികളും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളും ഒക്കെയാണ് ശക്തമായിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഈ അടിമത്ത നിരോധനം കൊണ്ടുവരാൻ തീരുമാനിച്ചു. അത് തെക്കൻ സ്റ്റേറ്റുകളുടെ ഇക്കോണമിയെ തന്നെ ഭയങ്കര നെഗറ്റീവായി ബാധിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇയാളെ ഇഷ്ടമുണ്ടായിരുന്നില്ല ലിങ്കനെ. അപ്പോൾ അവർ അമേരിക്കൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിക്കുകയും പിന്നെ 3-4 വർഷം നടന്ന നിരന്തരമായ യുദ്ധവും ആ യുദ്ധത്തിൽ ലിങ്കൻ വിജയിക്കുകയായിരുന്നു. അതിന് തോക്ക് തന്നെയാണ് അവരെ രക്ഷപ്പെടുത്തിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്ക ലോകഭാഗമായി വന്നു ഒന്നാം ലോക മഹായുദ്ധത്തിലാണ്. ഒന്നാം ലോക മഹായുദ്ധം നടന്ന സമയത്ത് അമേരിക്ക ഇതിൽ ഇടപെട്ടതേ ഇല്ല. അപ്പോൾ ബാക്കി എല്ലാവരും യുദ്ധത്തിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക എന്താ പരമാവധി സ്വത്ത് എമാൻസ് ചെയ്തു, ഭയങ്കര സമ്പന്നമായിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ഈ ലീഗ് ഓഫ് നാഷൻ ഉണ്ടാക്കേണ്ട 1920കളിൽ ലീഗ് ഓഫ് നാഷൻ ഉണ്ടാക്കേണ്ട കാര്യം വന്ന സമയത്ത് അതിനുള്ള എല്ലാ നിർദ്ദേശം കൊടുത്ത വിഡ്രോ വിൽസണാണ്. പക്ഷെ അമേരിക്ക അതിൽ ചേർന്നില്ല. കാരണം ചേർന്ന പൈസ ചിലവുണ്ടാവും, മൂപ്പര് അതിൽ ചേർന്നില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം ഇവർ പങ്കെടുത്തില്ല. ബാക്കിയുള്ള ഒറ്റപോലെ നമ്മൾ അടിക്കുന്നത് കണ്ട് ഇവർ രസിച്ചോടി ഇഷ്ടംപോലെ സ്വത്തൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് മറ്റവരൊക്കെ യുദ്ധം ചെയ്ത് നശിക്കാനായ സമയത്ത് പേൾ ഹാർബർ ആക്രമിച്ച് യുദ്ധത്തിൽ പങ്കെടുത്ത് ബ്രിട്ടനൊക്കെ നശിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആറ്റം ബോംബ് കണ്ടുപിടിച്ച് തോറ്റോണ്ടിരുന്ന ജപ്പാൻ്റെ മേലെ അത് കിട്ടും. അതോടുകൂടി ഇവർ ലോകശക്തിയായി മാറി. പിന്നെ ബ്രിട്ടനെയും ഫ്രാൻസിനെയൊക്കെ സഹായിക്കുന്ന സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ ശക്തിയും മിലിറ്ററി പവറായിട്ട് അമേരിക്ക മാറി. ബ്രിട്ടനുണ്ടായ രാജ്യാവസാനം ബ്രിട്ടനെ ഭരിക്കുന്ന അവസ്ഥയായി. ഇവർക്കുള്ളിൽ അതുകൊണ്ട് ബ്രിട്ടീഷർക്ക് ഇപ്പോൾ അമേരിക്കക്കാരെ കണ്ടുകൂടാ. അപ്പം അവിടെ അവർക്ക് ആയുധമാണ് പ്രധാനം. പിന്നെ അമേരിക്ക എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ അവർ ജയിച്ചതും തോറ്റതും ഈ തോക്ക് ഉപയോഗിച്ച് തന്നെയാണ്. തോറ്റിട്ടില്ല അവർ. ഇപ്പം വിയറ്റ്നാമിൽ വേണമെങ്കിൽ അവർക്ക് ജയിക്കാമായിരുന്നു. പക്ഷേ വലിയ മാസ് കാഷ്വാലിറ്റീസ് പട്ടാളക്കാർക്ക് വന്നുകൊണ്ട് അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നതാണ്. അപ്പോൾ തോക്ക് അവരുടെ ഒരു സിമ്പലാണ്. അതുകൊണ്ട് തോക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. തോക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാലത്തോളം അവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അവിടെ പ്രസിഡൻറ്റിന് ടൈറ്റ് സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഏതെങ്കിലും പ്രസിഡൻറ്റ് ഇയാളെ പോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കെന്നഡിയെ പോലെ ആക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അതിനുശേഷം ഒരു പ്രസിഡൻറ്റും അങ്ങനെയൊന്നും പറയാനുള്ള ധൈര്യം കാണിച്ചു. ഈവൻ ഒബാമ നമ്മൾ വിചാരിക്കും ഏറ്റവും സമാധാനപ്രിയനാണ്. ഒബാമൻ്റെ സമയത്താണ് അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടത്. പക്ഷേ സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് ആരും തല കിട്ടരുത്. വേറെ ആരും വന്നാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് ട്രംപുമായിട്ട് അവർക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബേസിക്കലി ട്രംപ് ഒരു ഭ്രാന്തനാണ്. ഇന്നൊരു നിലപാട് നാളെ വേറെ നിലപാട്. അപ്പോൾ അമേരിക്കയുടെ ഗ്രേസ് ഇടിച്ച് കളയുന്ന പേടി അവർക്കുണ്ട്. മാത്രമല്ല ഇയാൾ പിന്നെ ഒരു കൾട്ടായിട്ട് മാറുന്നു. അതാണ് ഇയാൾക്കെതിരെ പറ്റാൻ കാണുന്നത്. ഇതിനെതിരെ പലരും കണ്ണടച്ചിട്ടുണ്ടാവും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനകത്ത് ഒരു ജെയിംസ് ഗാർഫീൽഡ്, അതായത് 20ാമത്തെ പ്രസിഡന്റ്, അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കൊല്ലപ്പെടുകയായിരുന്നു. പിന്നെ വില്യം മക്ലി എന്ന് പറയുന്ന 25ാമത്തെ പ്രസിഡന്റ്, അദ്ദേഹം 1901 സെപ്റ്റംബർ 6-നാണ് കൊല്ലപ്പെടുന്നത്. ലിയോൺ സോൾഗോസ് എന്ന് പറയുന്ന 28-കാരനാണ് അദ്ദേഹത്തെ വധിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കെന്നഡി. പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ കുറേ വർഷം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. പിന്നെ നിക്സണിനെതിരെ അറ്റംപ്റ്റ് ഉണ്ടാകുന്നു. ഇപ്പോൾ ട്രംപിനെതിരെ ഉണ്ടാകുന്നു. ട്രംപ് തലനാട്ടിലേക്കാണ് രക്ഷപ്പെട്ടത്. അല്ല, ട്രംപ് തലനാരിലേക്ക് രക്ഷപ്പെട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ രക്ഷപ്പെടുന്ന രീതിയിൽ ആസൂത്രണം ചെയ്താണോ?
നമ്മൾ ഈ പൊളിറ്റിക്കൽ അസാസിനേഷനും അറ്റംപ്റ്റും ഒക്കെ നോക്കുമ്പോൾ പല രീതിയിൽ കാണും. പക്ഷെ എന്നാലും വെടികൊള്ളാൻ വേണ്ടി ഒരാൾ ചെന്ന് നിന്നു. അല്ലല്ല, പകരം വേഗം കിട്ടുന്ന അതിലും വലുതാണെങ്കിലോ, വെടി കൊള്ളില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലോ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ അസാസിനേഷൻ്റെ അദ്ദേഹത്തിന്റെ അനുയായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ അസാസിനേഷൻ്റെ സ്വഭാവം ഒന്നും നമ്മൾ വിചാരിക്കുന്ന ആരും അയക്കില്ല കൊലപാതകികൾ, നമ്മൾ വിചാരിക്കുന്ന ആരും അയക്കില്ല ലക്ഷ്യം. അത് ശരിയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കുകയാണ്. ഈ ട്രംപിന് ഒരു കാരണവശാലും ജയിപ്പിക്കലെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ, വാൾ സ്ട്രീറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ട്രംപിന് ജനപിന്തുണയുണ്ട്. ബൈഡൻ ആണെങ്കിൽ അപ് ടു ദ മാർക്ക് വരുന്നുമില്ല. അപ്പോൾ ട്രംപിന് വിജയം ഉറപ്പിക്കേണ്ടത് ധാരാളമാണ്. നമുക്ക് അവിടെ വെടിയില്ലാതെ ഉറപ്പിച്ച് നമുക്കിതെങ്ങനെ അറിയാം? നമുക്ക് ഇവർ തരുന്ന അവിടുത്തെ പോലീസും അവിടുത്തെ ന്യൂസ് ഏജൻസിയും തരുന്ന വിവരമല്ലേ ഉള്ളൂ. നമ്മളെന്തിനാ നമ്മളെ ബുദ്ധിയെടുത്ത് അവരെ കൊണ്ട് പിന്നെ പകരം വെച്ച് കൊടുക്കുന്നത്? ഇതൊരു ഡ്രാമയാണെങ്കിലും വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൽ പലരും ഇരകളാവുകയും ചെയ്യും. സ്കേപ്പ് ഗോഡ്സ് ഉണ്ടാവും. ഇപ്പം കെന്നഡിയെ വെടിവെച്ച് വന്നത് യഥാർത്ഥ ആളെ പിടിച്ചൊന്നും ഇപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരുത്തൻ ഞാനാണ് വെടിവെച്ച് വന്നതെന്ന് ഒരുത്തൻ പറഞ്ഞത് അവനെ പിറ്റേ ദിവസം തന്നെ പോലീസ് വെടിവെച്ച് വന്നു. അതിന് പോലീസ് ഇത്തിരി ശുഷ്കാന്തി എന്തിനാ? അപ്പോൾ ഇതങ്ങനെ കണ്ണുടച്ചൊന്നും വിശ്വസിക്കണ്ട. എന്തുവാവാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.